നിനക്കിനി എന്ന് പോകണം? ഞാൻ നാളെ പോണം. പോയിട്ട് ഇനി ഓണത്തിന് വരുമോ? ഓണമൊക്കെ ആയാ? ഓണം ആയാന്ന് അടുത്ത സെപ്റ്റംബർ 15 അതെന്നാലോ 15-ാം തീയതി കൊണ്ടാണ് ഓണം. പണ്ടൊക്കെ ഓണം വരുമ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു. ഈ പ്രായമായവർ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങൾ, വയലിൽ നമ്മുടെ സ്വർണ്ണവർണ്ണത്തിലുള്ള കതിരുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് അതൊക്കെ അറുത്തുകൊണ്ട് വരുന്നതും ഓണപ്പാട്ടും അതുപോലെ തന്നെ കൊയ്ത്തുപാട്ടും ഒക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട്. നിനക്ക് ഓണത്തെക്കുറിച്ചുള്ള എന്താണ് പറയാനുള്ളത്? എന്താണ് അത് ഇപ്പോഴത്തെ ഓണം? ഓണം എന്ന് പറയുമ്പം പുതിയ ഏതെങ്കിലും നല്ല സിനിമകളൊക്കെ ഇറങ്ങും, പിന്നെ റീൽസൊക്കെ ചെയ്യാം, പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. അതാണ് പുതിയ ഓണം, പുതിയ തലമുറയുടെ ഓണമാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓണത്തിൻ്റെ പ്രതീതി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്നറിയാമോ? എന്തോ? അറിയത്തില്ല. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഓണം എടുക്കുമ്പം അവർ ഈ ഒരു സാധാരണ കടകളിലൊക്കെ ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കും. എന്താണെന്നറിയാമോ? അറിഞ്ഞൂടാ? എന്നാൽ നമുക്കൊരു സ്ഥലം വരെ പോവാം, അതൊന്ന് കാണാം. ഞാൻ വരണോ? അപ്പോൾ കയറ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിപ്ര എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു എസ്റ്റേറ്റിലാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. ഒരു പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോയിട്ട് നമുക്കതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിക്ക് അകത്തായിട്ടാണ് കയറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നോയ്സ് ഉണ്ടാവും, വീഡിയോയിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. എങ്കിൽ പരമാവധി ഞാൻ വോയിസ് ക്ലിയർ ആയിട്ട് എടുക്കാൻ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പരിസരത്ത് വന്നിട്ട് ഇത് എന്താണോ മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഓണമാകുമ്പോൾ ഈ ഒരു സാധനം കടയിൽ തൂങ്ങുന്ന കണ്ടിട്ടാണ് നമ്മൾ ഈ ഓണം വന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പല വലിപ്പത്തിൽ പല നിറങ്ങളിലുള്ള ഇതുപോലുള്ള വാളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ബാളിൻ്റെ നിർമ്മാണമാണ്. ഇതെങ്ങനെ, എന്തൊക്കെ മെറ്റീരിയലാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുന്നത്, പല വലുപ്പത്തിലും നിറങ്ങളിലുള്ള എന്തൊക്കെ കളറുകൾ ചേർക്കും, എങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ടൊന്ന് പോവാം. ഓണത്തിനാണ് ഈ ഒരു പ്രോഗ്രാം എയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നമായതിനാൽ കുറച്ച് നേരത്തെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കാരണം ബിസിനസ്സുകാർക്ക്, കച്ചവടക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥാപനത്തിലേക്ക് വരുത്താവുന്നതാണ്. സ്ഥാപനത്തിൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ ഓർഡർ ചെയ്യുന്നതിനും ഈ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഇൻഡസ്ട്രീസിൻ്റെ ഇവിടെ ബാള് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ റാ മെറ്റീരിയൽസും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ് കൊഞ്ചമേ തെറിയൂ. അപ്പോൾ ഞാൻ അറിയാവുന്ന തമിഴിൽ ചോദിക്കാം, പുള്ളി പറഞ്ഞു തരും. എനിക്ക് കുറച്ച് തമിഴൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയത് പരിചയപ്പെടാതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. പേരെന്നാ? என் பேர் கணபதி. கணபதி எங்கே ஊர்? எங்கே தமிழ்நாட்டில்? மதுரையில். இப்போ இங்கே எத்தனை நாளாக? நாங்கள் ஒரு 40 நாளாக பார்த்துக்கிட்டு இருக்கோம். 40 நாளாக இங்கே வந்துட்டு புதுசாக வந்துருக்கு? இல்லை, நாங்கள் வருஷம் ஓணத்துக்கு ஓணம் சீசன் ஆகும்போது இங்கே வரும். 70 நாள் இருப்போம். ஓகே. எத்தனை நாள் இருக்கும்? 3 மாதம். 3 மாதம். ஓணத்துக்கு முன்னாடி வந்து எல்லாம் தயார் பண்ணி கண்டிப்பாக திரும்பி போயிடும். ஆமாம். ஓகே. என்னென்ன ப்ராசஸ் இருக்குன்னு சொல்லுமா? இங்கே வந்து பிளாஸ்டிக்கில் வந்து ஹெச்டி மெட்டீரியலில் டாய்ஸ் ஐட்டங்கள் ரெடி பண்ணுறோம். பிளாஸ்டிக்கும் பிளாஸ்டிக் ஹெச்டி ப்ளோ மெட்டீரியல். ப்ளோ மெட்டீரியல் இருக்குது. அதில் வந்து பிளாஸ்டிக் பால், பிளாஸ்டிக் கிரிக்கெட் பேட்டு, ஹாக்கி பேட்டு, ஃபுட்பால், கிழக்கு டாய்ஸ் எல்லாம் டாய்ஸ் ஐட்டங்கள் இதில் ரெடி பண்ணுறோம். 10-15 வெரைட்டிஸ் ரெடி பண்ணுறோம். இது ப்ளோ ஹெச்டி மெட்டீரியல். இதுதான் மெറ്റീരിയൽ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഈ കെമിക്കൽ കളർ ചേർത്തിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ക്രിക്കറ്റ് ബാറ്റ്, പിന്നെ ഗദൈ, പിന്നെ പല കളറിലുള്ള പ്ലാസ്റ്റിക് ബാളുകളെല്ലാം ഇതിൽ നിന്നാണ്, ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സുകൾ കാണാം. ഇതിന് കളർ ചേർക്കുന്നതും അങ്ങനെയുള്ള. ഇത് റോസ്,
இது ரோஸ். ഇത് കളർ മിക്സ് பண்ணி വെച്ചിരിക്കല്ലേ? ஆமாம். അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വെള്ള ഒരു ചെറിയ മെറ്റീരിയൽ ഉണ്ട് ബാളായിട്ട്, അതിനകത്ത് കളർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് റോസ് ഉണ്ട്, ഇത് ബ്ലൂ കളർ, ஆரஞ்சு, அது ஆரஞ்சு. ஓகே. ரெட் அப்படி சொல்லி. எவ்வளவு கலர் இருக்கு டோட்டல்? என்ன எத்தனை கலர் இருக்கு? ஒரு 8 கலர் 9 கலர்ஸ். 8-9 கலர்ஸ் இருக்கு. ப்ளூ, വയലറ്റ്, റോസ്, റെഡ്, ടൊമാറ്റോ റെഡ്. അത് പ്ലാസ്റ്റിക് ബാളാണ്. പ്ലാസ്റ്റിക് ബാൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ നോയ്സ് ഉണ്ടാവും. വരും. ഇത് തന്നെ എൻ്റെ ഡൈ. ഡൈ തന്നെ പല വലുപ്പത്തിൽ പല ഡൈ ഇருக்கு. മാറ്റി മാറ്റി ചേഞ്ച് மாடல் இருக்கு. இந்த இருக்கு. சரி சரி. அந்த மாதிரி ஸ்மால் சைஸ், பிக் சைஸ். இது மாதிரி வந்துடும். இதை கட் பண்ணிடுறது. அதில் என்ன പ്ലാസ്റ്റിക് തന്നെ ഉള്ളിലെടുത്ത്. ஆமாம், പൊട്ടാൽ. ഇപ്പോൾ ഇതാണ് അതിനകത്ത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിനകത്ത് നമ്മൾ മറ്റേ ഗോതമ്പൊക്കെ പൊടിപ്പിക്കുന്ന കണക്ക് അവർ അതിനകത്ത് ഇടും. അതിനകത്ത് പോയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്ത് ബാളായിട്ട് ഇതിനകത്തോട്ട് വരുന്നത്. இது ஏர் தானே? ஏர் கம்ப்ரஸர். ഓക്കെ. ഇത് ഓൺ பண்ணுறது, ஆஃப் பண்ணுறது. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് എയർ അതിനകത്തോട്ട് ബാളിലോട്ട് കയറുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ பண்ணுறேன். ഇത് എത്ര നിമിഷമാണ് ഉള്ളിൽ ഇരിക്കണം? പെട്ടെന്ന് പെട്ടെന്ന് ஒரு நிமிஷத்துக்கு ஒரு பால், 50 செகண்டுக்கு ஒரு பால். 50 செகண்ட்ஸில் ஒரு பால் முடிச்சிட்டு. ஓகே. உங்களுக்கு செஞ்சு காட்டுறதுனால ஸ்லோவாக. ஓகே. அது தண்ணியில் பார்த்து போட்டு வச்சுருக்கணும் இல்லை? ஆமாம், அந்த சீலிங் வந்து சீலிங் உள்ளே அடைக்கிறோம்ல. ஓகே. இந்த சீலிங் வந்து உள்ளே காயில் இருக்கு. ബാൾ മുടിച്ചാച്ചേ മുടിച്ചാച്ചേ. നമ്മളിപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് ബാളാണ്. 2 കളറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീനിൽ കളർ ഉള്ളത് പോവും. അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് വെള്ള ഈ ഒരു മെറ്റീരിയൽ ഇറങ്ങി വരും. അത് രണ്ടും കൂടെ ഇവിടെ വന്നിട്ടാണ് ഡബിൾ കളറിൽ ഈ ഒരു ബാളുണ്ടാവും. ഇനി നമുക്ക് വലിയ ബാൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവാം. ഇത് ഗോഡൗണും കൂടെയാണ്. ഇവിടുന്ന് ഈ ഒരു ഇങ്ങനെ കെട്ടി ഇട്ടേക്കുന്നതാണ് നമ്മൾ വലിയ ടെമ്പോയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സിംഗിൾ കളർ യെല്ലോ ബാൾ. യെല്ലോ, ഗ്രീൻ, ഓറഞ്ച് എല്ലാം സിംഗിൾ കളർ. ബാളെ ചൂട് ബാളെ. ഇപ്പോൾ ഇത് SNDP-കാർക്കുള്ള ബാളാണ്. മഞ്ഞ ബാളാണ്. സൂപ്പർ ബാളാണ്. ഇത് കാണുമ്പോൾ പഴയ ഇതൊന്നും നമുക്ക് കൊച്ചിലെ ഈ ഒരു ടൈപ്പ് ബാളൊന്നുമില്ല. പ്ലാസ്റ്റിക് ബാളായിരുന്നു. ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് സീബ്ര ലൈൻ പോലെ ഇങ്ങനെ വരുന്ന അറിയാമല്ലോ. പൊട്ടുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്ന ആ ഒരു ബാളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ പല കളറിലുള്ള പല ബാളുകളാണ്. നിറയെ പല കളറിലുള്ള ബാളുകളാണ്. ഈ കാണുന്നത് നമ്മൾ PVC ബാൾ ഉണ്ടാക്കുന്നതിൻ്റെ പൗഡറായിട്ടാണ് വരുന്നത്. ആ പൗഡറാണ് ഈ മെഷീനിൽ കയറ്റിയിട്ട് ബാളായിട്ട് പുറത്ത് വരുന്നത്. ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാം. ഇത് അപ്പടി തന്നെ ഉള്ളിൽ പോകുന്നത്. ஆமாம், இதுவையும் பவுடரையும் DOP ஆயில் மிக்ஸ் பண்ணலாம். ஆயிலும் மிக்ஸ் பண்ணி அதில் நம்ம கலர்ஸ் ஆயிலும் மதுரை தான் கிடைக்குமா? மதுரையில் தான் கோயம்புத்தூர் கோயம்புத்தூர் ப்ரொடக்ஷன் அங்கே இருக்கு.
അതായത് കളറില്ല, വെളിച്ചെണ്ണ പോലെ കളറില്ലാത്തൊരു സാധനമാണ്. അതിനകത്ത് വിവിധങ്ങളായ കളർ മിക്സ് ചെയ്യും ഇവിടെ. ആ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കളറിൽ വേണം. കാട്ടും. ഇത് PVC പൗഡറാണ്, നമ്മുടെ മൈദാമാവ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ കളർ മിക്സ് ചെയ്ത് ഈ പല വിധത്തിലുള്ള PVC ബാളുകൾ ഉണ്ടാക്കും. ഓയിലിനകത്ത് കളർ മിക്സ് ചെയ്തതാണ്. ഇത് റെഡാണ്, റോസ്, ഓറഞ്ച്, പല പല കളർ ഇരിക്കുക. വിവിധങ്ങളായ കളറുണ്ട്. കളർ മിക്സ് ചെയ്തിട്ടാണ് മെഷീനിലോട്ട് പോകും. ഓറഞ്ച്. ഒരു ഡെയിലി എത്ര ബാൾ പ്രൊഡക്ഷൻ എടുക്കുമെങ്കിൽ? ஒரு மிஷினுக்கு 600 பீஸ் வரும். மணிக்கூரா? ஒரு நாளைக்கு 600 பீஸ். இங்கே எங்கெல்லாம் போகுது இங்கே பால்? என்ன ஷோப்பில் இருக்கு? கேரளா மொத்தம் போகுதா? அதான் கேரளா ஃபுல்லாக போகுது. திருவனந்தபுரம், காயங்குளம், ஆட்டிங்கல், கருணாகப்பள்ளி, நிறைய ஏரியாவுக்கு போகுது. இது ஆர்டர் வந்தால் நம்மள டெலிவரி பண்ணுவோம், அதான் அவர் வந்து இங்கே எடுத்துகிட்டு போவா? இல்லை, நம்ம தான் ஆர்டர் எடுப்பாங்க. இங்கேருந்து சரக்கு போய் டெலிவரி ஆகும். இந்த டெம்போவில் போய் ஆர்டர் எடுக்க ஸ்டாஃப் இருக்கா? இருக்கா. இந்த இப்போ வந்தார்ல ஸ்டாஃப் இருக்கு, அவர் டெலிவரி பண்ணுவாங்க. டெய்லி ஆர்டர் எடுத்துடுவார். டெய்லி எங்கே எவ்வளோ ஒர்க்கிங் ஹவர்ஸுக்கு எப்படி தான் இருக்குது? ராவிலே தொடங்கி காலையில் 9 மணிக்கு ஆரம்பிப்போம். சாயங்காலம் 6:30க்கு முடியும். 6:30. எத்தனை ஸ்டாஃப் இருக்குங்க? நாங்கள் ஒரு 6 பேர் இருக்கோம். 6 பேர்லாம் தமிழ்நாடு அசிஸ்டன்ட் ஒரு 3 பேர் இருக்கோம். 3 பேர். ஷிஃப்ட் தான், நைட் ஷிஃப்ட் இருக்கா? இல்லை, ஒரு ஷிஃப்ட் தான். டே தான். இப்போ எல்லாரும் தமிழ்நாடு தானே? ஆமாம், எல்லாம் தமிழ் மக்கள் தானே. പിന്നെ ടോയ്സ് என்ன? உண்டியல், வாஞ்சி, இந்த மாதிரி ஐட்டம். பஞ்சு, பிளாஸ்டிக் பஞ்சு, அതൊക്കെ இருக்கு. பிளாஸ்டிக் பஞ்சு, அதில் மாடல் நிறையா இருக்கு. ஓகே. அப்போ ஓரோ சீசனில் ஒவ்வொரு சீசன் வரும்போது சேஞ்ச் பண்ணுவோம். சேஞ்ச் பண்ணி இப்போ டிசம்பர் நவம்பரில் கூட வெறும் இந்த பப்புட்டால் பொம்மைகள் பொம்மைகள் எல்லாம் அந்த மாதிரி ஐட்டங்கள் போயிருக்கு. இப்போ ஓணமாகுമ്പോൾ பால். ஆமாம், டிசம்பர், ஜனவரி, பிப்ரவரி, மார்ச் பூரா டாய்ஸ் ஐட்டம் அது பூரா போயிட்டு இருக்கு. இந்த கிளுகிழப்பு, பொம்மைகள், பாவை ஐட்டங்கள். ശരി. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഷാനാണ്, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടുത്തെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് എവിടെയൊക്കെയാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്? പാല് കൊണ്ടുപോകുന്നതാണല്ലേ വണ്ടിയിൽ? അതായത് സെയിൽ മാത്രം. പുള്ളിക്കാര ഇതാണൊക്കെ ഓർഡർ ചെയ്താണൊക്കെ പിടിച്ചു വെച്ചിരിക്കും. നമുക്ക് ഇതാണൊക്കെ കൊണ്ടിറക്കി കൊടുത്താൽ മാത്രം മതി. എവിടെയൊക്കെ പോകുന്നുണ്ട്? എല്ലാ ജില്ലകളിലും കവർ ചെയ്യുന്നുണ്ടോ? അതായത് തിരുവനന്തപുരം ഉണ്ട്, കായംകുളം,
കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ, ഈ ലൊക്കാലിറ്റികളെല്ലാം ഉണ്ട്. ശരി. അപ്പോൾ നമ്മൾ ഈ ബാളിൻ്റെ പ്രൊഡക്ഷൻ കണ്ടു. നമ്മൾ കടകളിലൊക്കെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടുണ്ട്, പിള്ളേരൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും അതിൻ്റെ റാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ തമിഴ്നാട് സ്വദേശി, മധുരൈ സ്വദേശിയായ മിസ്റ്റർ ഗണപതിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എല്ലാം വളരെ നന്ദി. താങ്ക് യു. വണക്കം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും അഡ്വാൻസായി സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.